റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എറണാകുളം കാക്കനാട്ടെ ട്രാൻസ്ജെൻഡേഴ്സ് ഷെൽട്ടർ ഹോമിൽ ഭക്ഷണ പ്രതിസന്ധി. എൻജിഒയുമായി സർക്കാർ കരാർ പുതുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മാർച്ചിൽ കാലാവധി കഴിഞ്ഞ കരാർ പിന്നീട് സർക്കാർ പുതുക്കിയില്ല. ഇത് ശരിക്കും ട്രാൻസ്ജെൻഡർ ഷെൽട്ടർ ഹോമാണ്. ഇതിൻ്റെ ഫണ്ടിങ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. NGO നോക്കി നടത്തുന്നു മാത്രമേ ഉള്ളൂ. ഇവർ പറയുന്നത് MO സൈൻ ചെയ്തിട്ടില്ല, SOP സൈൻ ചെയ്തിട്ടില്ല, ഇവർക്ക് ഇത് തുടരാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളോട് ഇറങ്ങിപ്പോവാനാണ് പറയുന്നത്. ഈ ഹോമിൽ വന്ന് നിൽക്കുന്ന ഭൂരിഭാഗം ട്രാൻസുകളും എന്താ പറയുക, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവരാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇവരിങ്ങനെ പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. കമ്മ്യൂണിറ്റിയിലുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേരുടെ ഞങ്ങൾ സഹായം തേടി. പക്ഷെ ആരും ഒരു കാരണവശാലും ഞങ്ങളെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, കാക്കനാട്ടെ ഈ ട്രാൻസ് ഹോമിലെ ഭക്ഷ്യ പ്രതിസന്ധി അത് പരിഹരിക്കാനായി ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? അവർക്ക് ഇപ്പോൾ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണോ? തീരെ കിട്ടാത്ത അവസ്ഥയാണോ? സുജയ, ഭക്ഷണം ഒട്ടും കിട്ടാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് കഴിഞ്ഞ 6 മാസത്തോളമായി 6 മാസത്തിലേറെയായി ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ ഈ NGOയുമായുള്ള കരാർ അവസാനിച്ചത്. അതിനുശേഷം കരാർ പുതുക്കിയിട്ടില്ല. ഒന്നുകിൽ ആ കരാർ പുതുക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു NGOയെ കണ്ടെത്തി അവരുമായി കരാറിൽ ഏർപ്പെടണം. പക്ഷേ ഇത് രണ്ടും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനുശേഷവും ഈ NGO, ഇപ്പോൾ കാക്കനാട് പ്രവർത്തിക്കുന്ന NGO, ഇവർക്ക് ഭക്ഷണവും താമസവും ഒരുക്കുകയായിരുന്നു. ഏതാണ്ട് 8 മാസം പിന്നിട്ട് കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ NGO നിലപാടെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 11 ലക്ഷം രൂപയിലധികം ഇവർക്ക് നൽകാനുണ്ട് എന്നും ഈ NGO പറയുന്നുണ്ട്. ഇന്നലെ ഏതാണ്ട് 10ഓളം ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഈ ഷെൽട്ടർ ഹോമിൽ താമസിക്കുന്നത്. ഇന്നലെ ആർക്കും ഭക്ഷണം ലഭിച്ചിട്ടില്ല, വെള്ളം ലഭിച്ചിട്ടില്ല, വലിയ പരാതികളാണ് ഉയരുന്നത്. നേരത്തെ ജില്ലാ കളക്ടറുമായി കണ്ട് താൽക്കാലികമായി പരിഹാരം ഉണ്ടാക്കിയെങ്കിൽ പോലും വീണ്ടും പ്രശ്നം ഉണ്ടാവുകയായിരുന്നു. പലരും ഈ എറണാകുളം ജില്ലയിലെ മഹാരാജാസ് അടക്കമുള്ള കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ജോലികൾ ചെയ്യുന്നവരുണ്ട്, ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തുന്നവരുണ്ട്, അത്തരത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. ഇവർക്കൊക്കെ തന്നെ ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. നമ്മൾ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. കരാർ ഇതുവരെ സർക്കാർ പുതുക്കാത്തത് കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് എന്നൊരു മറുപടിയാണ് അവർ ലഭിക്കുന്നത്. ഇതിൽ സർക്കാർ തന്നെയാണ് ഇതിൽ നടപടിയെടുക്കേണ്ടത്. സാമൂഹ്യനീതി വകുപ്പാണ് നടപടിയെടുക്കേണ്ടത്. അടിയന്തരമായ നടപടിയെടുത്തില്ലെങ്കിൽ ഒരു കൂട്ടം ട്രാൻസ്ജെൻഡേഴ്സ് തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഭക്ഷണം ലഭിക്കുന്നില്ല, അതോടൊപ്പം തന്നെ താമസത്തിന്റെ കാര്യത്തിലും വലിയ പ്രതിസന്ധിയാണ് അവർ അനുഭവിക്കുന്നത്. സുജിയ, വിവരങ്ങൾ നൽകിയത് അർജുൻ മട്ടന്നൂരാണ്.